ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുദ്ധഭീഷണി കുറയുകയാണ്. ഇത് വലിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യുദ്ധഭീഷണി കുറയുന്നു, മാർക്കറ്റ് സ്റ്റെബിലൈസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് ഇപ്പോൾ ഉയരുന്നത്. പലരും നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണോ അല്ലെങ്കിൽ ഇനിയും മാർക്കറ്റ് ക്രാഷ് ആവുമോ എന്നൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ വാറ്, പാനിക്, അൺസർട്ടൈനിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മുൻപും അതായത് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തായാലും ഗ്ലോബൽ വാറിൻ്റെ സമയത്തായാലും എക്കണോമിക് സ്ലോ ഡൗണിൻ്റെ സമയത്തൊക്കെ ആയാലും ഫിയർ ആകുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആവുകയും പിന്നീട് അത് ഒരു റിക്കവറി വരുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ മുകളിലേക്ക് കയറി പോകുന്ന സാഹചര്യങ്ങളുമാണ് മുന്നേയൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. മാർക്കറ്റ് ഏകദേശം 50% ഇടിവ് ഉണ്ടാക്കിയ സമയമായിരുന്നു അത്. അതിനുശേഷം തന്നെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് റിക്കവറി ചെയ്ത് വരികയും ഉണ്ടായി. സമാനമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ 2020 കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് മാർക്കറ്റ് 40%, അതായത് നിഫ്റ്റിയൊക്കെ 40% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് 1 മുതൽ 2 വർഷത്തിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ലെവലിലേക്കൊക്കെ വന്ന ഒരു സമയമൊക്കെയാണ് നമുക്ക് ആ ടൈമുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇനി ഒരു വാറിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ റഷ്യ-ഉക്രൈൻ വാർ 2022 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഫ്ലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉയർന്നു, മാർക്കറ്റ് ഒരു ക്രാഷിലേക്ക് പോയി, പിന്നീടും റിക്കവർ ചെയ്ത് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടായിരിക്കും. ഇപ്പോൾ എക്കണോമിക് സ്ലോ ഡൗൺ 2008 വന്നപ്പോഴും കോവിഡ് 2020 വന്നപ്പോഴും 2022 റഷ്യ-ഉക്രൈൻ വാറിൻ്റെ സമയമൊക്കെ, അതായത് മാർക്കറ്റ് എപ്പോഴൊക്കെ വലിയൊരു ക്രാഷിലേക്ക് പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ റിക്കവറി ചെയ്ത് ഓൾ ടൈം ഹൈ ലെവലുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ കൂടുകയും കൂടാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രൈസിസ് ഒക്കെ ഉണ്ടായപ്പോഴും നമ്മുടെ എക്കോണമി അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് ഇപ്പോഴും വാറിൻ്റേതായിട്ടുള്ള വലിയ ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ ശക്തമായിട്ട് റിക്കവറി ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മാർക്കറ്റ് തന്നെയാണ് ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത് ഫിയർ കുറയുമ്പോൾ മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടാവും. അതായത് വെസ്റ്റ് ഏഷ്യൻ വാർ കഴിഞ്ഞ 6 ആഴ്ചയായിട്ട്, അതായത് ഫെബ്രുവരി 28 ആരംഭിച്ച് വലിയ രീതിയിൽ തന്നെ വാറ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് അതിൽ നിന്നും ഒരു വ്യത്യാസമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഒരു സീസ് ഫയറിൻ്റേതായിട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് മാർക്കറ്റിൽ ഒരു റിക്കവറി നടന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം പാലിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ ഡീപ്പായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ്, കൂടാതെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, വിവിധ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിനെക്കുറിച്ച്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ ഈ കോഴ്സിൽ കടന്നു പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അത് സൈക്കോളജിയാണ്. ഇപ്പോൾ നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിലൊക്കെ വലിയ ഫോൾ വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സ്റ്റോക്കുകളെല്ലാം സെല്ല് ചെയ്യുന്നു. കാരണം മാർക്കറ്റിൽ വലിയ പാനിക് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വിറ്റ് നമ്മളതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണ്? അവർ ഇത്തരത്തിലുള്ള ഫോളുകളാണ് അവരൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നത്. അവർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഫോളുള്ള സമയത്ത് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പൊസിഷൻ സൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് മാർക്കറ്റിൽ നമ്മൾ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം തന്നെ കൊണ്ടുപോയി ഇടാതെ ഒരു 30% മാത്രം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നീട് അടുത്ത ഒരു 30% മാർക്കറ്റ് വലിയ തോതിൽ തന്നെ പിന്നീട് ഒരു ക്രാഷ് വരുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീടും ഒരു ക്രാഷ്, നല്ല രീതിയിലുള്ള ഒരു ക്രാഷൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ശേഷിക്കുന്ന ആ ഒരു എമൗണ്ട്, ഒരു 40% നമുക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ സ്മാർട്ടായിട്ട് നമ്മുടെ പൈസയൊക്കെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഈ വാറ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയും.
ഇനി നമുക്ക് സ്മാർട്ട് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാജുവലായിട്ട് നമ്മൾ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്കുകളോ ETF-കളോ നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൃത്യമായി തന്നെ അത് പഠിച്ചതിന് ശേഷം ഗ്രാജുവലായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ സ്റ്റോക്കുകളിൽ ബൈ ചെയ്യുക. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒറ്റയടിക്ക് ഒരു സ്റ്റോക്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതെ അത് വിവിധ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ETF-കളിലോ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്ന സമയത്ത് 30% ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് 30% വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നീട് 40% നമ്മൾ വീണ്ടും ഒരു കറക്ഷൻ വരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഒരു ഗ്രാജുവൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഒരു സ്ട്രോങ് സ്റ്റോക്ക് സെലക്ഷനാണ് രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ടത്. അതായത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 5 കമ്പനികൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ഭാരതി എയർടെൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, ഇവയൊക്കെയാണ് ആദ്യത്തെ ടോപ്പ് 5 കമ്പനീസായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള നല്ല കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറഞ്ഞു തരുന്നുവെന്ന് മാത്രം. ഇതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള നല്ല കമ്പനികൾ, ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമ്മുടെ റിസ്ക് കുറയ്ക്കുക. ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നല്ല വാല്യുവേഷനിലും കൂടാതെ നല്ല ഡൗണായിട്ടൊക്കെ നല്ല ഡൗണായി വരുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ കൂടുതലായിട്ട് ഹൈപ്പ് വരുന്ന സ്റ്റോക്കുകൾ, ഇപ്പോൾ ഒരു ന്യൂസ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊക്കെ സ്റ്റോക്ക് വലിയ രീതിയിൽ മൂവ്മെൻറ്റ് തരുന്ന സ്റ്റോക്കുകൾ പോയി നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഹൈയിലൊന്നും പോയി എടുക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ വാല്യുവേഷനൊക്കെ നോക്കി അതിൻ്റെ PE ഒക്കെ നോക്കി മാത്രം നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ ഓവർ ട്രേഡിംഗ് ഒഴിവാക്കുക എന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായി പറയാനുള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് വലിയ രീതിയിൽ തന്നെ നല്ല ഒരു മൂവ്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ നാളെ മാർക്കറ്റ് ഇനിയും വീണ്ടും നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യും എന്നൊക്കെ കരുതി നമ്മൾ വീണ്ടും ആ സ്റ്റോക്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. പിന്നീട് അതിൻ്റെ അടുത്ത ദിവസമാണ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വരുന്നത്. ട്രംപ് വീണ്ടും യുദ്ധം ആരംഭിച്ചു എന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ ഈ വന്ന പ്രോഫിറ്റൊക്കെ, ഈ വന്ന നേട്ടമൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇല്ലാതെയാവും. അതോടുകൂടി മാർക്കറ്റ് വലിയ രീതിയിലൊക്കെ ഫോള് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മാർക്കറ്റിനെ കുറേയേറെ കുറ്റം പറഞ്ഞ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പിൻവലിച്ച് ഇനി മാർക്കറ്റിലേക്ക് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളൊക്കെ വളരെയേറെ മെച്യൂർഡായിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മുടെ മാർക്കറ്റ് വലിയ ക്രാഷിലേക്കൊക്കെ പോയി തിരിച്ചു കയറുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും ഇപ്പോൾ കോവിഡിൻ്റെ സമയമായാലും നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസിൻ്റെ സമയമായാലും യുദ്ധത്തിൻ്റെ സമയമായാലും ഒക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്നതായിട്ടാണ് നമുക്ക് മുൻകാല ചരിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഒരു സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നല്ല രീതിയിൽ ഡിപ്പായ സമയത്തൊക്കെയാണ് നമ്മൾ എടുത്തത് എങ്കിൽ പിന്നീട് അതിലൊരു റിക്കവറി വരുന്നു. നമ്മളത് മാക്സിമം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതിനായിട്ട് നമ്മൾ പരമാവധി അത് വെയിറ്റ് ചെയ്ത് നമ്മൾ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് ക്യാഷ് റിസർവ് വെക്കണം എന്നതാണ്. മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഡിപ്പിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു ബൈയിങ് ചാൻസ് ആയിട്ട് കണ്ട് കൂടുതൽ ക്യാഷ് നമ്മൾ ഒരു റിസർവായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. മാർക്കറ്റ് വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ക്രാഷിലേക്ക് പോയ സമയങ്ങൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതാണ്. മാർക്കറ്റിൽ വലിയ രീതിയിൽ തന്നെ ഡൗൺ ആവുന്ന അവസരങ്ങൾ എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇത്തരത്തിലുള്ള നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. പക്ഷേ നമ്മളെല്ലാ ക്യാഷും കൂടി ഒറ്റയടിക്ക് കൊണ്ടുപോയി ഇടാതെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ക്യാഷ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിപണിയുടെയൊക്കെ ആ ഒരു ടെൻഷൻ കുറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വീണ്ടും വലിയ ഫോളുകൾ വരികയാണെങ്കിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സേഫാക്കി വെക്കാൻ ശ്രമിക്കുക. കൂടാതെ കൃത്യമായി തന്നെ സ്റ്റോപ്പ് ലോസും അതുപോലെ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്റ്റോക്ക് നമ്മൾ വിചാരിച്ച ലെവൽ, അതായത് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെല്ല് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം നമ്മൾ ആ സ്റ്റോക്കിൽ കാണിക്കേണ്ടതാണ്. ഇനി എല്ലാ ദിവസത്തെയും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ രാവിലെ 7:30 നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാത്തവർ വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക.
കൂടാതെ നിങ്ങളുടെ കമൻറ്റ് വളരെ വളരെ വിലപ്പെട്ടതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി.